നമസ്തേ. സത്യത്തിൽ ഓരോ ദിവസവും എന്തിനാണ് ഇത്രയും കള്ളം പറയുന്നത്? ഓരോ കളവും ശരിക്കും ഓരോ രക്ഷപ്പെടലാണ്. എന്നാലോ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് തിരുവെഴുത്ത്. നാം ഏറെ സ്നേഹിക്കുന്നവർ നമ്മോട് പറയുന്ന ചെറിയ നുണകൾ പോലും നമ്മെ എത്രമേൽ നൊമ്പരപ്പെടുത്തും. അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അകന്നകന്ന് നിന്നാലോ അതെത്ര സങ്കടം നൽകും. എങ്കിലും നാം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ മടങ്ങിവരവും കാത്തു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നിട്ടും എന്റെ കള്ളത്തരങ്ങളും ഒഴിഞ്ഞുമാറലുകളും കൊണ്ട് അവനെ വേദനിപ്പിക്കുകയാണ് ഇപ്പോഴും. അവന്റെ ഒപ്പമിരിക്കാൻ കുറെ കൂടി നേരമുണ്ടാവണം. ശരിക്കും പ്രാർത്ഥിക്കാൻ ഇനിയുമേറെ സമയമുണ്ടാവണം. അത് അവനോടെന്റെ പാപങ്ങളെ പ്രതി കരുണയാചിക്കാനാണ്. വേദപുസ്തക വായനയ്ക്കും ഇനിയുമേറെ സമയം കണ്ടെത്തണം. അത് അവൻ എന്നോട് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. എന്റെ ചലനങ്ങൾക്ക് നിയന്ത്രണരേഖ തേടിപ്പോകലാണത്. നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്നുറച്ചിരിക്കുന്നുവെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് എന്നിങ്ങനെ തിരുവെഴുത്തല്ലാതെ ആരാണ് നമ്മെ നിരന്തരം തിരുത്തുന്നത്? സുഹൃത്തെ, അവന്റെ ഒപ്പമിരിക്കാനും അവനിൽ നിന്ന് കേൾക്കാനും നോമ്പിൽ പരം നല്ല നേരം മറ്റേതാണുള്ളത്? പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ മാലാഖമാരോടും സംഖ്യയില്ലാത്ത സൈന്യങ്ങളോടും കൂടി നീ മഹത്വത്തോടെ എഴുന്നള്ളി വരുമ്പോൾ പ്രശോഭിക്കുന്ന വിളക്കുകൾ വഹിച്ച് ലജ്ജ കൂടാതെ ധൈര്യസമേതം നിന്നെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ആദരവോടെ സഖേർ.